വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം, PN പണിക്കരുടെ ചരമദിനം ആണ് നാം ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റാൻ പറ്റാത്ത ഒരു പേരാണ് PN പണിക്കരുടേത്. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രയത്നിച്ചത് PN പണിക്കർ എന്ന മഹത് വ്യക്തിയാണ്. അദ്ദേഹം 1909 മാർച്ച് 1 ജനിച്ചു. 1995 ജൂൺ 19 ഈഹലോകവാസം വെടിഞ്ഞു. കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടന കർമ്മവും ഇവിടെ നിർവഹിക്കുകയാണ്. എന്നിൽ ആഗ്രഹമായിരിക്കുന്ന കത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമ്മുടെ മാനേജർ ഇൻചാർജ് വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് തടത്തിലച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ 2 വിശിഷ്ട വ്യക്തികൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഷിനീർ സർ, അദ്ദേഹം പ്രശസ്തനായ ഒരു ഗായകനും ചെറിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനുമാണ്. അദ്ദേഹം കലോത്സവ വേളകളിലൊക്കെ ജഡ്ജ്മെന്റിന് പോയി വർഷങ്ങളായിട്ട് ജഡ്ജ്മെന്റ് നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ഷിനീർ സാറിനെ ഏറെ സ്നേഹാദരവോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇരട്ടി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ആയ രഞ്ജിത്ത് കമൽ സാറിനെയും ഏറെ സ്നേഹാദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ വിനീഷിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുമക്കളെയും അധ്യാപകരെയും ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ മാനേജർ ഇൻചാർജ് ആയിട്ടുള്ള റവറൻഡ് ഫാദർ ജോസ് തടത്തിലാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നല്ലൊരു ദിവസത്തിൽ ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരു ദിവസം ഇങ്ങനെ നീക്കി വെച്ചിട്ടുള്ളതിനെ കുറിച്ച് എനിക്കുള്ള സന്തോഷമാണ്. ഒരു കാലത്ത് അടുത്ത കാലം വരെ കേരളത്തിൽ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തെ പഠനമുണ്ടായിരുന്നു. അന്ന് പറയും ഞങ്ങൾ അതിനെ വിളിച്ചിരുന്നത്, ഞാനൊക്കെ പഠിച്ചതാണ് പ്രീ ഡിഗ്രി പഠിക്കുക. പ്രീ ഡിഗ്രി 2 വർഷം പഠിക്കും. അപ്പം ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിരുന്നത് വൈദിക 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് എറണാകുളത്ത് ഡോൺ ബോസ്കോ സ്ഥാപനത്തിലുണ്ട്. അവിടെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവിടുത്തെ അന്നുണ്ടായിരുന്ന അച്ഛൻ വളരെ വായനയിൽ വളരെ താല്പര്യമുള്ള മനുഷ്യൻ. വായിക്കുവാനായിട്ട് അദ്ദേഹം മുഖ്യമായിട്ടുള്ള ചില ഡിറ്റക്റ്റീവ് നോവൽ കാണും, ചില അഡ്വഞ്ചർ നോവലുകൾ കാണും, അങ്ങനെ ഒക്കെയുള്ള പല പുസ്തകങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ഞാനൊന്ന് ഓർക്കുന്നുണ്ട്, അന്ന് എനിക്കൊരു പ്രത്യേക രീതിയുണ്ട്, ഇതൊന്നും നല്ലതാണെന്ന് എനിക്ക് ഞാൻ ചില കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അതായത് ഒരു പുസ്തകം വായിക്കുക, അതിൽ കാണുന്ന നമുക്ക് കട്ടിയുള്ള വാക്കുകൾ ഒരു നിഘണ്ടുവിൽ നിന്നോ ഡിക്ഷണറിയിൽ നിന്നോ അത് നോക്കിയെടുത്ത് അതിൻ്റെ അർത്ഥം ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. കാണാപ്പാടൊന്നും പഠിക്കുന്നു, പക്ഷെ തപ്പിയെടുത്തൊന്ന് കുറിച്ച് വെച്ചാൽ നമ്മുടെ വായനയെക്കുറിച്ച് വന്നോളൂ. വായിക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങൾക്ക് വായിക്കാവുന്ന വളരെ എളുപ്പത്തിൽ വായിക്കാവുന്ന പത്രങ്ങളുണ്ട്. വീട്ടിൽ പല വീടുകളിലും പത്രപ്പരവ് നിന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും പത്രങ്ങൾ വരെ എടുത്ത് വായിക്കുക, പുസ്തകങ്ങൾ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിക്കുക. അങ്ങനെ വായന ഒരു ശീലമാണ്.
ലൈബ്രറി ബുക്ക് നമ്മുടെ സ്കൂളിലേക്ക് സംഭാവന ചെയ്യുന്ന രഞ്ജിത്ത് സാറിനെ ഏറെ ആദരവോടുകൂടി പുസ്തകം സമ്മാനിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഉത്തര എസ് കമൽ. നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഇതുപോലെയുള്ള കുറേയധികം പുസ്തകങ്ങൾ, ഇപ്പോൾ ഇവിടെ കൈമാറിയിട്ടുള്ള പോലെയുള്ള കുറേ പുസ്തകങ്ങൾ നമ്മുടെ സ്കൂളിലെ വായനശാലയിലുണ്ട്. നിങ്ങളുടെ PTA പ്രസിഡന്റ് ഭാരവാഹിയായിട്ടുള്ള ഒരു വായനശാലയിൽ തൊട്ടടുത്തുണ്ട്. ആ വായനശാലയിലും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ വായിക്കാനും അതിൻ്റെ ചിത്രങ്ങൾ മറച്ചു നോക്കാനും പിന്നീട് വായനയിലേക്ക് വരാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ കുട്ടികളോട് എല്ലാവരുമായിട്ട് പറയാനുള്ളത്. എൻ്റെ മകളാണ് ഇവിടെ പുസ്തകം ഏറ്റുവാക്കിയത്. ഇന്നലെ രാത്രി ഒരു പുസ്തകം വായിച്ച് വായന കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് ബോധപൂർവ്വം ഞങ്ങൾ എഴുതിക്കുന്നതാണ്. പുസ്തകം വാങ്ങിക്കൊടുക്കുകയാണ്, ചെറിയ ചെറിയ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്ത് വായിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എൻ്റെ മകനും ഇവിടെ പഠിക്കുന്നുണ്ട്, UKG-യിലാണ്. UKG കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്ന പുസ്തകങ്ങൾ ഇത്തവണത്തെ പുസ്തകോത്സവത്തിലും ഞാൻ വില കൊടുത്ത് വാങ്ങുകയും അത് കുട്ടികൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യമാണ്. ഞങ്ങൾ കിടക്കുമ്പോൾ പരമാവധി വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ വായിക്കുന്നത് കാണുമ്പോൾ കുട്ടികളും വായിക്കും. വായിച്ചിട്ട് എന്താണ് നേട്ടം എന്ന് ചോദ്യം ഉയർന്നൊരു കാലം കൂടിയാണ്. വായിച്ചത് കൊണ്ട് നമുക്ക് സമൂഹത്തെ മാറ്റിമറിക്കാൻ വേണ്ടി പറ്റുമെന്നും അച്ഛൻ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും വായന ഒരു മനുഷ്യരെ മാറ്റി തീർക്കുന്ന പ്രക്രിയയാണെന്നും മനുഷ്യരെ സംസ്കരിക്കുന്ന പ്രക്രിയയാണെന്നും ഒരു പുതിയ മനുഷ്യരാക്കി തീർക്കുന്ന പ്രക്രിയയാണ് എന്നുമുള്ള ബോധ്യത്തിൽ നമ്മുടെ കുട്ടികളെ ബോധപൂർവമുള്ള വായനയിലേക്ക് കൈപിടിച്ച് നടത്തണം. ഇന്നലെയാണ് കേന്ദ്ര യുവസാഹിത്യ പുരസ്കാരം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഖ്യാപിക്കപ്പെട്ടത്. വായനയിലേക്ക് നയിക്കുന്നതിനായി കൂടുതലായി പരിശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അടുത്തതായി നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടന ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രത്യേകിച്ചും വേദിയിലിരിക്കുന്ന അച്ഛൻ്റെയും അതുപോലെ രഞ്ജിത്ത് PTA പ്രസിഡന്റ് HM മറ്റുള്ള എല്ലാവരുടെയും മക്കളുടെ എല്ലാവരുടെയും സമൂഹത്തോട് ആദ്യം തന്നെ ഈ വർഷത്തെ വിദ്യാരംഗം സാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. പാടാൻ കഴിവുള്ളവരാണ് ഞാൻ തെളിയിക്കാൻ പറയുന്നത്. അതായത് നിങ്ങളെല്ലാവരും നല്ല പാട്ടുകാരികളാണെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. നിങ്ങൾ തയ്യാറാവണോ? ശരി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു പാട്ട് പാടാം, നിങ്ങളത് ഏറ്റ് പാടണം. മനസ്സിലായില്ലോ? നിങ്ങളെല്ലാവരും ഏറ്റു പാടണം. പയ്യെ പതുക്കെ ഇങ്ങനെ കൈ അടിക്കാം. മനസ്സിലായില്ലേ? എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും പാടണം, അല്ലെങ്കിൽ ഞാൻ നിർത്തും. തയ്യാറല്ലേ? ആ, പശുവിന് എല്ലാവർക്കും ഇഷ്ടമാണോ? ഇല്ലേ? ആ, അതെ, പശുവിന്. ഞാനിവിടെ ഒരു പശുവിന്റെ പാടാൻ പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ പാടുന്ന പാട്ടിലെ പശുവിന്റെ സ്വഭാവം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ?
ഈ പാടുന്ന പാട്ടിൽ പശുവിന്റെ മാതിരിയുള്ള പശുവെല്ലാം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക. ഇതൊരു പാട്ട് മാത്രമാണ് കേട്ടോ, ഇതൊരു പാട്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഇത് കാണോ? ഇനി എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേക ചില പശുവായിരിക്കും. തയ്യാറല്ലേ? അപ്പൊ നമ്മൾ സാധാരണ പാട്ട് പാടാൻ പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നേ? നമ്മുടെ കണ്ഠശുദ്ധി വരും. തയ്യാറല്ലേ? കറുപ്പുമ്മയ്ക്കുള്ളിയുള്ള പൈന വേണം, വെളുപ്പുമ്മേ പുള്ളിയുള്ള പൈന വേണം. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം, പഞ്ചമി കുളങ്ങരെ ഭജനമിടുന്നു, പഞ്ചമി കുളങ്ങരെ ഭജനമിടുന്നു, ഭജനമിടുന്നു. നമസ്കാരം. എല്ലാവർക്കും വായനാ ദിനത്തിന്റെ ആശംസകൾ. ഞാൻ വായിച്ച പുരത്തിൽ കുഞ്ഞുപിള്ളയുടെ അമ്മയെ കാണാൻ എന്ന നോവലിനെ കുറിച്ച്
ഹൃദയങ്ങളിലേക്ക് പെയ്തു നിറയുന്ന കാവ്യചന്ദ്രിക, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയകാവ്യം. ചങ്ങമ്പുഴയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പൂർണ്ണ പബ്ലിക്കേഷൻ കോഴിക്കോട് ഇറക്കിയ ഈ പുസ്തകം എല്ലാവരും വായിക്കുമല്ലോ. വിനോദ പൂവമ്മൂട് എഴുതിയ വരികളാണിവ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കളിത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഞാനിവിടെ പരിചയപ്പെടുന്ന പുസ്തകത്തിന്റെ പേര് ഗീതാഞ്ജലി. ഇന്ത്യയുടെ പുസ്തകങ്ങളാണ് ഗീതാഞ്ജലിയിലെ ഓരോ ഗീതവും. അത് സുന്ദരം ധർമ്മചപുരത്തിന്റെ കവിതാ പരിഭാഷ ഇടയത്താണെന്ന വാസ്തവം ഇവിടെ ദൃഢമായി പറഞ്ഞിരുന്നു. ഗീതാഞ്ജലിക്ക് മലയാളത്തിലുണ്ടായ വിവർത്തനങ്ങളിൽ ഏറ്റവും ഹൃദയവും മികച്ചതും അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയാൻ അനുഭവം എന്നെ പ്രേരിപ്പിക്കുന്നു. I don't think I can take this anymore. I might just break. All the way heartache, 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 all the way heartache. വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് നമ്മൾ വായനാ ദിനം, വായനാ വാരം ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നമ്മൾ ഇന്ന് ഇവിടെ നടത്തുകയായിരുന്നു. വായന മനുഷ്യനെ പൂർണ്ണനാകുന്നു. വായിക്കുവാനുള്ള ത്വര കുട്ടികളായ നിങ്ങളിൽ ഓരോരുത്തരിലും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വായനാ വാരം നമ്മൾ വളരെ സമുചിതമായി ആഘോഷിക്കുന്നത്. വായിച്ചു വളരുന്ന കുഞ്ഞ് ഒരിക്കലും തിന്മയുടെ ചാഴ്ചകളിലേക്കോ ജീവിത വഴിത്തിരിവുകളിലേക്കോ മോശമായ കാര്യങ്ങളിലേക്കോ മാറിപ്പോവുകയില്ല. മറിച്ച് അവർ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കണ്ടെത്തുവാനുള്ള അവരുടെ കഴിവ് വളരെ വലുതായിരിക്കും. ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഇവിടെ നമ്മൾ നടത്തുമ്പോൾ ഇതിൻ്റെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിക്ക് അധ്യക്ഷപദം അലങ്കരിച്ച ഞങ്ങളുടെ വായനയെക്കുറിച്ച് സ്വന്തം അനുഭവത്തിലൂടെ പറഞ്ഞു തരികയും വായനാവാരത്തിൻ്റെ സന്ദേശം നൽകുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ ജോസ് നടത്തിലച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദി
വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെയും വായനാ വാരത്തിന്റെയും ഉദ്ഘാടനം നടത്തിയ ശ്രീ ഷിനിൽ കുമാർ സാറിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു വർഷക്കാലം കൊണ്ട് നിലനിൽക്കുന്ന പുസ്തകവായന എന്ന പരിപാടിക്ക് പുസ്തകം വാങ്ങി തന്നുകൊണ്ട് ഈ സ്കൂളിലെ കുട്ടികൾക്ക് അത് വിതരണം ചെയ്തുകൊണ്ട് പുസ്തക വിതരണ ഉദ്ഘാടനം നടത്തി പുസ്തക വായനയെക്കുറിച്ച് വളരെ നല്ലൊരു സന്ദേശം തരികയും ചെയ്ത ഇരട്ടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രഞ്ജിത്ത് കമൽ സാറിന് നന്ദിയോടെ നന്ദി. ഈ ഒരു പരിപാടിയെ സംബന്ധിച്ചുകൊണ്ട് ഇതിനെ മനോഹരമാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ദിനേശ് കാപ്പുക്കന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിനു വേണ്ട ചുക്കാൻ പിടിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ്മിസ്റ്റർ സ്ഥാന ടീച്ചറിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഓരോ ടീച്ചേഴ്സിനും അതുപോലെ കുട്ടികളായ നിങ്ങൾക്കും കലാപരിപാടികളെല്ലാം അവതരിപ്പിച്ച് നമ്മുടെ മനോഹരമാക്കിയ ഈ പരിപാടിയെ മനോഹരമാക്കിയ എല്ലാ കുട്ടികൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.